ഇവിടെ നമുക്കൊരു ഫ്രസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസാണ് പഠിക്കേണ്ടത്. ഓക്കെ, നമുക്കൊരു ഫ്രസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഫ്രസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളൊരു കോണിനെ വെട്ടിമുറിച്ചാൽ, ഇപ്പോൾ ഒരു കോൺ നമുക്ക് തന്നിരിക്കുകയാണ്, ഇതുപോലെ ഒരു കോൺ തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കോൺ നമുക്ക് തന്നിരിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ഒരു കോണിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളൊരു മുറിക്കുകയാണ്, അങ്ങനെ പാരലായിട്ട് എന്ത് ചെയ്യണം, വെട്ടി മുറിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക, ഈ ഒരു രൂപത്തിലേക്കായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു കോണിനെ നമ്മൾ പാരലായിട്ട് വെട്ടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് പല എക്സാംസിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ വോളിയം കാണാനുള്ള സമവാക്യം 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ആർ ആർ ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ഈ രണ്ട് ആറുകൾ, അതായത് റേഡിയസിനെ സൂചിപ്പിക്കുന്ന ഈ രണ്ട് ആറുകൾ എവിടെ നിന്ന് വന്നാൽ നമുക്കൊരു ഡൗട്ട് കാണും. എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു രൂപം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, ഇതിൻ്റെ ചുവട്ടിലായിട്ട് എന്തുണ്ട്, ഒരു വലിയ വൃത്തമുണ്ട് അല്ലേ, ഇവിടെ ഒരു വലിയ വൃത്താകൃതി അല്ലേ. അപ്പോൾ ആ വലിയ വൃത്തത്തിൻ്റെ റേഡിയസിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആർ കൊണ്ടും, എന്നാൽ മുകളിലായിട്ട് കാണപ്പെടുന്ന ഈ ചെറിയ വൃത്തത്തിൻ്റെ റേഡിയസിനെ നമുക്ക് സ്മാൾ ലെറ്റർ ആർ കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ രണ്ട് മധ്യഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഉയരം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ സ്ലാൻഡ് ലെങ്ത് എന്നാണ് വിളിക്കുന്നത്, സ്ലാൻഡ് ലെങ്ത് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വോളിയം കാണണമെന്നുണ്ടെങ്കിൽ 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ആർ ആർ ഇൻറ്റു എച്ച് എന്ന് എഴുതേണ്ടതായിട്ട് വരും. അതുപോലെ നമുക്കിനി ഇതിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടെത്തണമെന്നുണ്ടെങ്കിലോ, പൈ ഇൻറ്റു ആർ പ്ലസ് ആർ ഇൻറ്റു എൽ എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, പൈ ഇൻറ്റു ആർ പ്ലസ് ആർ ഇൻറ്റു എൽ എന്നുള്ള ഇക്വേഷനാണ് എഴുതേണ്ടത്. ഇനി ഇവിടെ നമുക്കൊരു ടോട്ടൽ സർഫസ് ഏരിയ കണ്ടെത്തണമെന്നിരിക്കട്ടെ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ എന്താണ് പറയുന്നത്, മൊത്തത്തിലുള്ള പ്രതല വിസ്തീർണങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണെന്ന് കിട്ടണം. ആ ലാറ്ററൽ സർഫസ് ഏരിയയോടൊപ്പം തന്നെ ചെറിയ വൃത്തത്തിൻ്റെ ഏരിയ എത്രയാണ് അത് നമ്മൾ കണ്ടെത്തുന്നതാണ് പൈ ആർ സ്ക്വയർ, പ്ലസ് വലിയ വൃത്തത്തിൻ്റെ ഏരിയയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, പൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ഇതിൽ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ സ്ലാൻഡ് ലെങ്ത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? സ്ലാൻഡ് ലെങ്ത് എന്ന് പറയുമ്പോഴേ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ സ്ലാൻഡ് ലെങ്ത് എന്ന് പറയുന്നത്. സ്ലാൻഡ് ലെങ്ത് നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ മൈനസ് ആർ ദി ഹോൾ സ്ക്വയർ എന്ന് ഇടേണ്ടതായിട്ടുണ്ട്. ഓക്കെ,